ഞാൻ ഒരു വർക്ക് ചെയ്ത ബ്രാൻഡിലാണ് 1.5 കൊല്ലമായിട്ട്. പക്ഷെ അവര് ഉപയോഗിച്ച മാർക്കറ്റിംഗ് സ്ട്രാറ്റജിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പം പറയുന്നത് ആക്ച്വലി. അപ്പം അവർ 6 മാസം മുന്നേ ഒരു ഫോൺ ഇറക്കി. ഒപ്പം F29 സീരീസ് ആണ്. കമ്പനി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. അവരൊരു ഫോൺ ഇറക്കി. അതിന്റെ സക്സസ് സ്റ്റോറിയാണ് ഇപ്പം പറയുന്നത്. ഇവര് മാർക്കറ്റ് ചെയ്ത രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഫോണിന് വലിയ സ്പെക്ക് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് സെല്ലിംഗ് ഫോണിലൊന്നായി മാറി. അത് നമ്മളെ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. 20-30 ആ റേഞ്ചിൽ അധികം വാങ്ങുന്ന ആൾക്കാരാണ് അധികം ഉള്ളത്. അപ്പോൾ അവരെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് ഇവർ ഇറക്കിയിട്ടുള്ള ഫോണ്. മെയിൻ ആയിട്ട് വരുന്നത് ടാക്സി ഡ്രൈവേഴ്സ്, ഡെലിവറി ബോയ്സ്, അവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരും അതിലേക്കൊക്കെയാണ് പോകുന്നത്. ഇപ്പൊ ഇവർക്ക് വേണ്ട ചെറിയ ചെറിയ സ്പെക്ക് മാത്രം കൊടുത്തിട്ട് ഒരു ഫോൺ വരുമ്പം ഒരു സ്പെക്ക് പറയുകയാണെങ്കിൽ ഒരു 300 up to 300% സൗണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ഡ്രൈവേഴ്സിനായിട്ട് പിന്നെ ഡെലിവറി ബോയ്സിന് മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ വെള്ളത്തിൽ വീണാലും നമ്മൾ മഴ ഉണ്ടായാലും കാര്യങ്ങളൊക്കെ ഒരു ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വരുന്നത്. മഴ ഉണ്ടായാലും ഇപ്പൊ ഇവര് അതിലൊരു ഒന്നില്ല ഒരു റേറ്റിംഗ് പോലെ ഒന്ന് കൊടുത്തു IP69 വന്നിട്ട്. ഇത് വീണ് പൊട്ടൂല, വെള്ളം കയറൂല. പക്ഷെ ആക്ച്വലി ഫോൺ വീണ് പൊട്ടുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവര് അത് ഇറങ്ങി അങ്ങോട്ട് ചെറിയ പെട്ടിപീഡിയ മുതൽ ടോപ്പ് ഹൈ എൻഡ് റിലയൻസിന്റെ പ്ലാറ്റ്ഫോം വരെ ഇവര് ഇറങ്ങി അങ്ങോട്ട് മാർക്കറ്റ് ചെയ്തു. ഈവൻ എല്ലാ സ്റ്റോറിലേക്കും ഒരു അക്വറി അങ്ങോട്ട് കൊടുക്കും. കസ്റ്റമറിന് ഇട്ട് നോക്കാം. ഫോണ് ഇതിലങ്ങോട്ട് ക്ലിക്കായ സാധനമാണത്. അപ്പം ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ചാല് നമ്മള് ഒരു ബ്രാൻഡ് തുടങ്ങുമ്പം കസ്റ്റമറെ എന്താണ് ഇത് ഇമോഷൻസ് ആദ്യം മനസ്സിലാക്കണം. അവരുടെ നീഡ്സ് ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് ഇറക്കിയ സംഭവം അങ്ങോട്ട് ക്ലിക്കാവും.